ശങ്കർ, ഓരോ സമയത്തും ഓരോ അവതാരങ്ങളാണ്. സഹതപിക്കാൻ, സഹായിക്കാൻ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യമില്ല. ഇപ്പോൾ ഭീഷണിയുടെ സ്വരത്തിൽ ഒരാൾ എത്തിയെന്നാണ് പറയുന്നത്. ഇതിനു മുമ്പ് ഷാജ് കിരൺ എന്ന് പറയുന്ന ഒരാളുടെ പേര് സ്വപ്ന സുരേഷ് ഉന്നയിച്ച് രംഗത്ത് വന്നിരുന്നു. ഇതെല്ലാം വെള്ളത്തിൽ വരച്ച വര പോലെ എവിടേക്കോ മാറിപ്പോകുന്നുണ്ട്. ഇപ്പോൾ വന്നിരിക്കുന്ന വിജേഷ് ആണെങ്കിൽ പോലും ഒരു കാര്യവും തുറന്നു പറയാനും തയ്യാറായിട്ടില്ല. പക്ഷേ ചോദ്യം ചെയ്ത് ഇ ഡി വിട്ടയച്ചു എന്നുള്ള കാര്യം മാത്രമാണ് ഒടുവിൽ വരുന്നത്. ചിത്രങ്ങൾ പുറത്തു വന്നു, സ്ക്രീൻഷോട്ടുകൾ പുറത്തു വന്നു. എന്തെല്ലാമാണ് ഈ ചർച്ചയിൽ, ഇവർ തമ്മിലുള്ള ചർച്ചയിൽ പ്രധാനമായിട്ടും വന്നത് എന്ന കാര്യങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ ഇ ഡി പ്രധാനമായിട്ടും ചോദിച്ചറിഞ്ഞത് എന്ന കാര്യങ്ങളെക്കുറിച്ചോ ഒരു കൃത്യത വരുന്നുണ്ടോ? ഇന്നലെ വൈകിട്ട് 5 മണിയോട് കൂടിയാണ് സ്വപ്ന സുരേഷ് വിജീഷ് പിള്ള എന്ന ഒരു കഥാപാത്രം തന്നെ സമീപിച്ചുവെന്നും കേസുകൾ ഒത്തുതീർപ്പാക്കാനായി 30 കോടി രൂപ വാഗ്ദാനം ചെയ്തെന്നും അല്ലാത്ത പക്ഷം ജീവന് തന്നെ ഭീഷണി ഉണ്ടാകും എന്ന തരത്തിൽ സംസാരിച്ചുവെന്നും പറഞ്ഞത്. അതിനുശേഷം നടത്തിയ അന്വേഷണത്തിലാണ് ഇയാളെ ഇ ഡി ചോദ്യം ചെയ്യുന്നു എന്നുള്ള വിവരം ലഭിച്ചത്. ഇയാളെ എങ്ങനെ ഇ ഡിയുടെ റഡാറിലായി എന്നത് സംബന്ധിച്ചുള്ള കാര്യത്തിൽ ഇനിയും വ്യക്തത വരേണ്ടതുണ്ട്. നമുക്ക് ലഭിക്കുന്ന വിവരം ഇയാളെ ലൈഫ് മിഷൻ കേസുമായി ബന്ധപ്പെട്ട് ഇ ഡി ചോദ്യം ചെയ്തു എന്നുള്ളതാണ്. അതിൽ ഇയാളുടെ പങ്ക് എന്താണെന്ന് സംബന്ധിച്ച് ഇനിയും കൂടുതൽ വ്യക്തത വരണം. ഒരു പക്ഷേ സ്വപ്ന സുരേഷ് ഇത്തരത്തിലൊരു ഭീഷണി അല്ലെങ്കിൽ ഇത്തരത്തിലൊരാൾ തന്നെ സമീപിച്ചപ്പോൾ അക്കാര്യം ഇ ഡിയെ അറിയിച്ചിരിക്കാം. അങ്ങനെയായിരിക്കാം ഇ ഡി ഇവർ ഇത് പരസ്യമായി പറയുന്നതിന് മുമ്പേ ഇയാളെ വിളിപ്പിച്ച് ഇയാളിൽ നിന്ന് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞത് എന്നാണ് ഇപ്പോൾ പ്രാഥമികമായി നമുക്ക് പറയാൻ കഴിയുന്നത്. അതിനപ്പുറത്തേക്ക് ഇയാൾക്ക് ഈ വിഷയത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള പങ്കുണ്ടോ എന്നത് ഇനി വ്യക്തമാകേണ്ട കാര്യമാണ്. നമ്മളോട് സംസാരിച്ചപ്പോഴും കൂടുതൽ കാര്യങ്ങൾ തുറന്നു പറയാൻ അയാൾ തയ്യാറായിട്ടില്ല. അയാൾ ഇത്ര മാത്രമാണ് പറയുന്നത്. ബിസിനസ് കാര്യത്തിനാണ് താൻ സമീപിച്ചത്. ആ ബിസിനസ് കാര്യം എന്ന് പറയുന്നത് തൻ്റെ ഒരു OTT പ്ലാറ്റ്ഫോം ഉണ്ട്, അതിലൊരു വെബ് സീരീസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടാണ് സമീപിച്ചത്. വെബ് സീരീസ് എങ്ങനെയുള്ള വെബ് സീരീസ് ആണെന്നോ അല്ലെങ്കിൽ സ്വപ്ന സുരേഷിനെ കുറിച്ചാണ്. സ്വപ്ന സുരേഷ് വാർത്തകളിൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിയാണ്, പല കേസുകളിൽ പെട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു കഥ, അങ്ങനെ ഒരു വ്യക്തിയെക്കുറിച്ച് ഒരു വെബ് സീരീസ് ചെയ്യാനാണോ എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെ അല്ല എന്ന് പറയുന്നു. പിന്നെ എന്താണ് എന്ന് അദ്ദേഹം അക്കാര്യത്തിൽ ഒരു വ്യക്തത വരുത്താൻ തയ്യാറാകുന്നില്ല. അതോടൊപ്പം തന്നെ പാർട്ടി CPM-ഉമായിട്ടോ ഏതെങ്കിലും ഒരു പാർട്ടിയുമായിട്ടോ തനിക്ക് ബന്ധമില്ല എന്ന് പറയുന്നുണ്ട്. അത് മാത്രമല്ല ഒരു നേതാക്കളെ പോലും അറിയുന്നില്ല. ഇപ്പോൾ സ്വപ്ന സുരേഷ്, MV ഗോവിന്ദൻ ഉൾപ്പെടെയുള്ള ആളുകളുടെ പേരുകൾ പറഞ്ഞിരുന്നു. പക്ഷേ അവരെയൊക്കെ പത്രമാധ്യമങ്ങൾ അല്ലെങ്കിൽ ദൃശ്യമാധ്യമങ്ങളിൽ കണ്ടുള്ള പരിചയം മാത്രമാണുള്ളത്. അല്ലാതെ തനിക്ക് ഇവരെ ഒന്നും നേരിട്ട് അറിയില്ല എന്നാണ് പറയുന്നത്. എന്തായാലും ഇക്കാര്യങ്ങളിലൊക്കെ തന്നെ തൻ്റെ ലീഗൽ ടീമുമായിട്ട് ചോദിച്ചിട്ട് കൂടുതൽ കാര്യങ്ങൾ പറയാമെന്ന് മാത്രം പറഞ്ഞ് വിജേഷ് പിള്ള ഒഴിഞ്ഞു മാറുകയാണ് ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഇനിയുള്ള ദിവസങ്ങളിൽ വിജേഷ് പിള്ളയ്ക്ക് പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ അത് ഇപ്പോൾ പറയാൻ താൻ തയ്യാറല്ല. തൻ്റെ നിയമവിദഗ്ധരുമായി സംസാരിച്ചതിന് ശേഷം അത് മാധ്യമങ്ങളോട് പറയാം എന്നുള്ളതാണ്. അപ്പോൾ വിജേഷിന് പറയാനുണ്ട് എന്നുള്ള കാര്യം തന്നെയാണ്. ഫെലിക്സ് കൂടി കണ്ണൂരിൽ നിന്ന് ചേരുന്നുണ്ട്. ഫെലിക്സിനോട് കൂടി ചോദിക്കാം. ഇയാൾ ഈ പറയുന്ന വിജേഷ് പിള്ള എന്ന് പറയുന്ന ആൾ MV ഗോവിന്ദൻ്റെ പരിസരവാസിയാണ്, സമീപവാസിയാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ താൻ ഇതുവരെ MV ഗോവിന്ദനെ നേരിട്ട് കാണുകയോ അല്ലെങ്കിൽ പരിചയപ്പെടുത്തുകയോ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത്. ഫെലിക്സ്, ഇതിനകത്ത് എത്രത്തോളം യാഥാർത്ഥ്യമുണ്ട് എന്നുള്ള കാര്യത്തിൽ അവിടെ നിൽക്കട്ടെ. എന്തെല്ലാമാണ് ഈ വിജേഷ് പിള്ളയെ കേന്ദ്രീകരിച്ചുകൊണ്ട് പുറത്തു വരുന്ന പുതിയ വിവരങ്ങൾ? കണ്ണൂർ ബെക്കളം സ്വദേശിയാണ് വിജേഷ് പിള്ള. നമ്മൾ വിജേഷ് പിള്ളയുടെ വീട്ടിലടക്കം ഇന്നലെ പോയിരുന്നു. വിജേഷ് പിള്ള ഈ വീട്ടുകാരുമായും വീടുമായും അത്ര ബന്ധപ്പെടുന്ന ആളല്ല എന്നതാണ് നാട്ടുകാരും ബന്ധുക്കളും അടക്കം പറയുന്നത്. കഴിഞ്ഞ ജനുവരി മാസത്തിൽ മാത്രം ആണ് വിജേഷ് ഈ വീട്ടിൽ വന്നിട്ടുള്ളത്. മാത്രമല്ല ഈ അവിടെ അടുത്ത സുഹൃത്തുക്കളൊന്നും തന്നെ ഈ നാട്ടിലില്ല. വലിയ ആഡംബര കാറിലാണ് വിജേഷ് വീട്ടിൽ വരുന്നത് എന്നും ഈ നാട്ടുകാരും ബന്ധുക്കളും ഒക്കെ തന്നെ പറയുന്നുണ്ട്. പക്ഷേ ഈ ജനുവരി മാസം 28-നാണ് അവസാനമായി നാട്ടിൽ, അതായത് കണ്ണൂരിലെ ബെക്കളത്ത് എത്തുന്നത്, വീട്ടിൽ വരുന്നത്. അവിടെ അമ്പലത്തിലെ ഒരു ഉത്സവവുമായി ബന്ധപ്പെട്ട് അവിടെ വരികയും പിന്നീട് ഒരു 4 ദിവസം കഴിഞ്ഞ് തിരിച്ചു പോവുകയുമായിരുന്നു. പ്രാദേശിക തലത്തിൽ ഒരു പാർട്ടി ബന്ധം വിജേഷിനില്ല എന്നതാണ് നമ്മൾ അവിടെ എത്തി അന്വേഷിച്ചപ്പോൾ നാട്ടുകാരടക്കം പറയുന്നത്. CPM-ന്റെ ഒരു ശക്തി കേന്ദ്രം കൂടിയാണ് ഈ ബെക്കളത്തെ കടമ്പേരി എന്ന സ്ഥലത്ത്. അവിടെയാണ് വിജേഷ് ജനിച്ചതും വളർന്നതും. ഏതാണ്ട് പ്രീ ഡിഗ്രി വരെ അവിടെ പഠിച്ചു. അതിനുശേഷം വിജേഷ് കൊച്ചിയിലേക്ക് പോയി എന്നതാണ് നാട്ടുകാർ പറയുന്നത്. അതുകൊണ്ട് വലിയ ബന്ധമോ അടുപ്പോ ഒന്നും അവിടുത്തെ നാട്ടുകാരുമായും ഒന്നും തന്നെ വിജേഷിന് ഉണ്ടായിരുന്നില്ല എന്നതാണ് നാട്ടുകാരടക്കം പറയുന്നത്. പ്രാദേശിക തലത്തിൽ അങ്ങനെ ഈ CPM-ഉമായി വലിയ ബന്ധം ഉള്ള വ്യക്തിയല്ല എന്നും നാട്ടുകാർ പറയുന്നുണ്ട്. ഏതായാലും അതുകൊണ്ട് തന്നെ വിജേഷിനെ കുറിച്ച് നാട്ടിൽ, അതായത് കണ്ണൂരിലെ ബെക്കളത്തെ കടമ്പേരി എന്ന സ്ഥലത്തെ ആളുകൾക്കൊന്നും അധികം അറിയില്ല. വളരെ ചുരുക്കമായി മാത്രമാണ് ഈ നാട്ടിലേക്ക് വരുന്നത്. വലിയ ആഡംബര കാറിലൊക്കെയാണ് വിജേഷ് ഇവിടെ എത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ നാട്ടുകാർക്കും അല്ലെങ്കിൽ അവിടെയുള്ള പരിസരവാസികൾക്കൊന്നും വ്യക്തമായ വിജേഷിനെ കുറിച്ച് അറിയില്ല. ഇങ്ങനെ ഒരു വാർത്ത വരുമ്പോൾ മാത്രമാണ് വിജേഷിന് ഇത്രയധികം വലിയ രീതിയിൽ സമ്പന്നനാണ് വിജേഷ് എന്നറിയാം. പക്ഷേ എന്താണ് വിജേഷ് ചെയ്യുന്ന ബിസിനസ്, ഇത്രയധികം
ആ വരുമാനം എവിടെ നിന്ന് വിജേഷിന് കിട്ടുന്നു എന്ന കാര്യത്തിലൊന്നും തന്നെ ഈ നാട്ടുകാർക്കൊന്നും തന്നെ ഒരു വ്യക്തതയില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വിജേഷ് കൊച്ചിയിലാണ് ഉള്ളത് എന്ന് അവർക്കറിയാം. എന്ത് തരത്തിൽ ബിസിനസ് നടത്തുന്നു, ഇത്രയധികം തുക എവിടെ നിന്ന് ലഭിക്കുമെന്ന് സ്വദേശിയാണ് നിലവിൽ വിജേഷ് എന്നുള്ള കാര്യം അറിയാം. അയാൾ ഒരു ആഡംബര കാറിൽ വരുന്നുണ്ട്. അയാൾ സമ്പന്നനാണ്. വീട്ടുകാരുമായിട്ടൊന്നും അധികം ബന്ധമില്ലാത്ത ആളാണ്. നാട്ടുകാരുമായിട്ടും അധികം വലിയ സൗഹൃദങ്ങളൊന്നും സൂക്ഷിക്കാത്ത ഒരു വ്യക്തിയാണ്. പക്ഷേ എന്തോ വലിയൊരു ബിസിനസ് ചെയ്യുന്ന ഒരാളാണ്, വലിയ സമ്പന്നനായ ഒരു വ്യക്തിയാണ് എന്നുള്ളത് മാത്രമേ അറിയുള്ളൂ. നിലവിൽ കൊച്ചി മരടിലാണ് താമസം എന്നുള്ളത് ചില രേഖകളിൽ നിന്ന് ഇതിനോടകം തന്നെ വ്യക്തമായിട്ടുണ്ട്. സ്വപ്ന സുരേഷുമായിട്ടുള്ള ബന്ധം ഏത് രീതിയിലാണ് എന്നുള്ള കാര്യം അറിയില്ല. പക്ഷേ നിലവിൽ കിട്ടുന്ന വിവരമനുസരിച്ച് ലൈഫ് മിഷൻ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ED വിജേഷിനെ ചോദ്യം ചെയ്തിരിക്കുന്നത്. അതായത് ഈ കേസുകളുടെ എല്ലാം ആരംഭ കാലഘട്ടം മുതൽ തന്നെ വിജേഷിന് അതുമായി ഏതെങ്കിലും തരത്തിൽ ബന്ധമുണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ബന്ധമുണ്ട് എന്നുള്ളത് സൂചിപ്പിക്കുന്നതാണ് ലൈഫ് മിഷൻ കേസുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള EDയുടെ ചോദ്യം ചെയ്യൽ.